വയനാട് പുൽപ്പള്ളി വായ്പാ തട്ടിപ്പിൽ വിവാദ വെളിപ്പെടുത്തലുമായി കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായ മുഖ്യ ഇടനിലക്കാരൻ സജീവൻ കൊല്ലപ്പള്ളി. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും KPCC അംഗം KL പൗലോസിനും താൻ ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ടെന്ന ആരോപണം ഉയർത്തിയിരിക്കുകയാണ് സജീവൻ. ഇതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ആവശ്യപ്പെട്ട് CPM രംഗത്തെത്തി. പോലീസിന്റെ ഒരു മാസക്കാലമാകാറാകുന്ന കാത്തിരിപ്പിനൊടുവിലാണ് അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം സജീവൻ കൊല്ലപ്പള്ളി എന്ന പുൽപ്പള്ളി ബാങ്ക് വായ്പാ തട്ടിപ്പിലെ മുഖ്യ ഇടനിലക്കാരനെ അറസ്റ്റ് ചെയ്തത്. റിമാൻഡ് ചെയ്യാൻ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ സജീവൻ കൊല്ലപ്പള്ളി നടത്തിയ വെളിപ്പെടുത്തലുകളാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. പുൽപ്പള്ളി കോപ്പറേറ്റീവ് ബാങ്കിൽ ഫസ്റ്റ് ലോൺ തിരിമറി നടത്തിയെന്ന് പറയുന്നതാണ് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തിരിവാണ്. അയാൾ 50 സെന്റ് വയലിന്റെ പട്ടയം കരഭൂമിയാണെന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആ ഭൂമിക്ക് 10 ലക്ഷം ലോൺ എടുത്തു. അത് ബാങ്ക് ഓഡിറ്റർ കണ്ട് പിടിച്ചിട്ട് പഞ്ചായത്ത് പ്രസ്ഥാനം പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ രാത്രിയിലായി 10 ലക്ഷം രൂപ ഞാനാ കൊടുത്തത് പൈസ അടയ്ക്കാൻ. അന്ന് ലോൺ ക്ലോസ് ചെയ്തു. പിന്നെ KL പോലീസിനും ഇതിനകത്ത് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാമ്പനമണിക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട്. വായ്പാ തട്ടിപ്പിലെ മുഖ്യ ഇടനിലക്കാരൻ സജീവൻ കൊല്ലപ്പള്ളിയുടെ വിവാദ വെളിപ്പെടുത്തലിൽ പണം വാങ്ങിയെന്ന് ആരോപിക്കുന്ന പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാർ രാജിവെക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. പുൽപ്പള്ളിക്കാർക്ക് നല്ലവണ്ണം അറിയുന്ന സജീവൻ ഇതെല്ലാം വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നത്തിൽ ഇവർക്കെല്ലാം നേരിട്ട് പങ്കുണ്ട്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർക്കുൾപ്പെടെ ഇതിൽ പങ്കുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിന് സമഗ്രമായി അന്വേഷണം നടത്തി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഈ പേര് ഉൾപ്പെടെ ഉള്ള ആളുകൾ സജീവൻ KLPയും അതുപോലെ തന്നെ ദിലീപ് കുമാർ ഉൾപ്പെടെ ആളുകളെ ഈ കേസിൽ പ്രതികളാക്കാൻ വേണ്ടി കഴിയണം. ദിലീപ് കുമാർ അടിയന്തരമായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണം. വരും ദിവസങ്ങളിൽ മുൻ ബാങ്ക് ഡയറക്ടർമാരെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇവരിൽ ചിലർ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് പോലീസിന്റെ പൊടുന്നനെയുള്ള നീക്കം. ഈ കേസിൽ ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. News 18 വയനാട്.